Hi friends, Assalamualaikum. Welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഹണി ബി ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. നാളെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ J162 പറഞ്ഞ ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ നീഡിലിൽ ത്രെഡ് ഒന്ന് കൊടുത്തിട്ട് ഇതൊന്ന് അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് യെല്ലോ കളർ ത്രെഡ് എടുക്കാം. എന്നിട്ട് നമുക്കിത് അതിൻ്റെ താഴ്ഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് സാറ്റിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 സ്ട്രാൻഡ്സ് തന്നെയാണ് കേട്ടോ ഇതും ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്കൊരു 5 പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് സാറ്റിൻ സ്റ്റിച്ചും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ യെല്ലോ കളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ യെല്ലോ കളർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ യെല്ലോ കളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ യെല്ലോ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെയാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ നമ്മൾ സൈഡിലേക്കല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ കളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ കുറച്ച് സ്ഥലത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിനുള്ള ചിറകുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിതാ 3 സ്ട്രാൻഡ്സിൽ ഈ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മളിതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.